മോൻ്റെ ഭാവി എനിക്കിതൊരു തീരുമാനം വേണം. എനിക്ക് ഇവരെ എടുത്ത് തരണം മാർക്ക് ലിസ്റ്റ്, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ മക്കളുടെ മാർക്ക് ലിസ്റ്റ് എനിക്ക് കിട്ടണം, അല്ലാണ്ട് ഞാൻ ഇവിടുന്ന് പോവില്ല. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ് അല്ല, എനിക്കിതിലൊരു തീരുമാനം എന്താ അടിച്ചോടെ. എൻ്റെ കുട്ടീൻ്റെ മാർക്ക് ലിസ്റ്റ്, എൻ്റെ ചാച്ചുവിൻ്റെ മാർക്ക് D+, ഫുള്ള് D+, LSS പഠിച്ച് എങ്ങനെയൊക്കെ പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ജീവിക്കണ്ട, ഇനി എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. എനിക്ക് ഇവര് ഞാനിനി എങ്ങനെ പ്രൈവറ്റ് ഗവൺമെന്റ് സ്കൂളിൽ ചേർത്തു? ഇവന് D+, ഫുള്ള് 7, 8, 9, 8, 9, 10 ഇവിടെ 3 കൊല്ലം പഠിപ്പിച്ച് എൻ്റെ മക്കളുടെ ഭാവി ഇല്ലാണ്ടാക്കി. ഞാൻ എന്ത് ചെയ്യാ? അടച്ചോനെ, എനിക്കുള്ള തീരുമാനം എന്താ? പൈസ ഉള്ളവരുടെ കൂടെ മാത്രമാണ് എൻ്റെ കുട്ടീൻ്റെ TC വാങ്ങാൻ 2 കൊല്ലം ഇവരെനിക്ക് മാർക്ക് ലിസ്റ്റ് എനിക്ക് പറയാനുള്ള, എന്തിനാണ് ഷാജിദ ഇങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്? സ്കൂളിലൊക്കെ ചെന്നിട്ട് അത് മോൻ്റെ കാര്യത്തിൽ, അതും അവിടെ ചെന്ന് ഇങ്ങനെ വീഡിയോ എടുത്ത് കരഞ്ഞ് വീഴ്ച വീഡിയോ ഒക്കെ എടുക്കുന്നത് ആൾക്കാരെ കാണിക്കാനാണോ? എന്താണ് സംഭവം എന്നൊന്നും മനസ്സിലാവുന്നില്ല. ഇങ്ങനെ മോൻ്റെ മാർക്കൊക്കെ എടുത്തു വെച്ചിട്ട് ഓരോ കാര്യങ്ങൾ, ആ മോൻ അവിടെ നിൽക്കുന്നുണ്ട്, അവൻ എന്തുമാത്രം നാണക്കേട് ഉണ്ടാക്കും ഇങ്ങനെ വീഡിയോ എടുത്ത് വെളിയിൽ വിടുക. അതുപോലെ തന്നെ അവിടെ സ്കൂളിൽ തന്നെ നിന്നുകൊണ്ട് ഇങ്ങനെ കരഞ്ഞ്, അത് ഇനി ഈ ഒരു സോഷ്യൽ മീഡിയയിൽ ഇടാൻ വേണ്ടി അവിടെ നിന്ന് അഭിനയിച്ചതാണോ എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അത് ആ ഒരു കുട്ടി ഇതൊക്കെ കാണുമ്പോൾ ഭാവിയിൽ എന്തുമാത്രമുള്ള അവൻ ട്രോമ ഉണ്ടാവുമെന്ന് ഷാജിദയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയാൻ വയ്യ. ഭയങ്കരമായിട്ട് എൻ്റെ മോന് മാർക്ക് ഭയങ്കര കുറവാണ്, ഇവിടുത്തെ സ്കൂളുകാരെല്ലാം കൂടെ ചേർന്നിട്ടാണ് പണക്കാർക്ക് ഇതൊക്കെ സപ്പോർട്ട് ചെയ്യും, നമുക്കൊന്നും ചെയ്യത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോന്ന് പറയുന്ന മോൻ അവിടെ നിൽപ്പുണ്ട്. അവനിത് ഭാവിയിൽ എന്തുമാത്രം ട്രോമ ഉണ്ടാക്കുക ഇങ്ങനത്തുള്ള വീഡിയോസ് എടുത്ത് യൂട്യൂബിലിടുന്നു. നിങ്ങൾ ഇതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കുന്നു, ഓക്കെ, അതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മക്കളുടെ കാര്യമൊക്കെ വരുമ്പോഴത്തേന് ഇങ്ങനെ എടുത്ത് എന്തിനാണ് ഇടുന്നത്? കണ്ടൻറ്റിന് വേണ്ടിയാണെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ വീഡിയോ ചെയ്തുകൂടെ? അവരുടെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. എന്തിനാണ് ഇങ്ങനത്തെ ഉള്ള വീഡിയോസ് ഓരോന്ന് ചെയ്തിട്ട് മകനെ പറ്റി, അവരുടെ മാർക്കിനെ പറ്റി, സ്കൂളിൽ ചെന്നിട്ട് അവർ സ്കൂളുകാർ ഇത് കണക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ അവനവിടെ പഠിക്കുന്നതല്ലേ. ഇത് എത്ര വീഡിയോസ് അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസ് തന്നെ കാണാൻ ചാൻസ് ഉണ്ട്, അതുപോലെ തന്നെ ടീച്ചേഴ്സ് കാണാൻ ചാൻസ് ഉണ്ട്. ഇങ്ങനെയൊക്കെ വീഡിയോ ഇടുമ്പോഴത്തേന് അവനവിടെ ചെന്ന് പഠിക്കുമ്പോൾ അവനുണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ഒരിക്കലും അത് ഷാജിദയ്ക്ക് മനസ്സിലാവുമെന്ന് എനിക്ക് ഇപ്പം തോന്നുന്നില്ല. എന്താണ് ഷാജിദ എങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു മകൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കുക, അവൻ അവിടെ പഠിക്കാനുള്ളതാണ്. ഇനി അവിടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഈ വീഡിയോസൊക്കെ കാണുമ്പോഴത്തേന് ഈ ഒരു സ്വന്തം ഉമ്മ ഇതേ കണക്ക് പെരുമാറുന്നു, വീഡിയോസൊക്കെ എടുത്തിടുന്നത് അവനൊക്കെ ഭയങ്കരമായിട്ടുള്ള ബാധിക്കാനുള്ള ഭയങ്കരമായിട്ട് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ഷാജിദ ഒന്ന് നോക്കിയും കണ്ട് എല്ലാം ചെയ്യുക. അത് വീഡിയോസിന് വേണ്ടിയാണ് ഇങ്ങനെ കഴിഞ്ഞ് ആ ഒരു സ്കൂളിൽ ചെന്നിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേന് ആ ഒരു മകനിലും ഇത് ബാധിക്കുമെന്നൊന്ന് ഷാജിദ ശ്രദ്ധിക്കണം. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ.